ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ഈ ദൈവത്തിന്റെ വചനങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ പലർക്കും ഒരു വിരസത തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ചിന്ത പലരുടെ ഉള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട്. എത്രയോ പ്രാവശ്യം കേട്ടതും എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുള്ളതും ഒരു പക്ഷെ കാണാപ്പാടം അറിയാവുന്നതുമായ ഈ കാര്യങ്ങളാണല്ലോ ഇതെല്ലാം പിന്നെയും പിന്നെ എന്തിനാ കേൾക്കുന്നത് എന്നുള്ള ചിന്ത ഒരു പക്ഷെ വന്നുകൂടാതെയില്ല. നമ്മളെല്ലാവർക്കും അങ്ങനെ ഉണ്ട് എന്നുള്ള അല്ല ഞാൻ പറയുന്നത്, നമ്മളിതിലുണ്ട് ആയിരിക്കത്തില്ലല്ലോ. ഞാനൊരു മർമ്മം, ഒരു ദൈവിക സത്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഈ ഇസ്രായേൽ മക്കള് 40 സംവത്സരം മരുഭൂമിയിൽ കൂടെ നടന്ന 40 വർഷവും അവരുടെ ഭക്ഷണം മന്ന തന്നെയായിരുന്നു. അതിന്റെ ആകൃതിക്ക് മാറ്റമില്ല, നിറത്തിന് മാറ്റമില്ല, രുചിക്ക് മാറ്റമില്ല, ഒന്നിനും ഒരു വ്യത്യാസമില്ലായിരുന്നു. അപ്പൊ തന്നെ അതിന്റെ രസകരമായ സത്യം എന്താണെന്ന് വെച്ചാൽ, ഈ 40 വർഷവും ഇത് എല്ലാ ദിവസവും പുതിയതായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് കാണാതെ അറിയാവുന്ന അതിന്റെ ഇസ്രായേൽ മക്കൾക്ക് അതിന്റെ രുചിയും നിറവും ആകൃതിയും എല്ലാം അറിയാം. പക്ഷെ എല്ലാ ദിവസവും അത് പുതിയതായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന് മകൻ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇടാൻ കഴിയും, തരാൻ കഴിയും എന്ന് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 15-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തില് നമ്മളിങ്ങനെ വായിക്കുന്ന, അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, ഇപ്പോ ദൈവത്തിന്റെ ഒരു ദർശനം അബ്രഹാമിന് കിട്ടുന്നതായിട്ട് നമ്മൾ വായിക്കും. ദൈവത്തിന്റെ ദർശനം കിട്ടുന്നു. അബ്രഹാം 2 പ്രാവശ്യമെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം അബ്രഹാമിന് ദർശനത്തിൽ കൂടെ അല്ല, സ്വപ്നത്തിൽ കൂടെ അല്ല, റിയലായിട്ട് യഥാർത്ഥമായിട്ട് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായതായിട്ട് നാം ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലെ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നാം അത് കാണുന്നുണ്ട്. നമ്മുടെ പൂർവ്വപിതാവ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപേ മെസൊപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം ഒരു പ്രത്യക്ഷനായി എന്ന് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അബ്രഹാം പിന്നെയും ദൈവത്തിന്റെ ദർശനമല്ല, ദൈവത്തിന്റെ കാഴ്ച, ദൈവമായിട്ട് അവയവമായി അബ്രഹാമിന് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായതായിട്ട് നാം പിന്നെയും ദൈവത്തിന്റെ മനസ്സിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത്. ദൈവത്തിന്റെ അരുളപ്പാട് അബ്രഹാം ദർശനത്തിൽ കൊടുക്കുവാണ്. അവിടെ ഒരു വിശേഷമായ ഒരു വാക്ക് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ശേഷം എന്നാ തുടങ്ങുന്നത്. 15-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് അതിന്റെ ശേഷം. അപ്പൊ ഏതിന്റെ ശേഷം എന്നുള്ള ന്യായമായിട്ടും ഒരു ചോദ്യം അവിടെ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്, ചോദ്യം അവിടെ ഉത്ഭവിക്കുന്നുണ്ട്. അതിന്റെ ശേഷം എന്ന് പറയുമ്പോൾ ഏതിന്റെയോ ശേഷമാണ്. ആ ഏതിന്റെ ശേഷമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. രാജാക്കന്മാരെ ജയിച്ചു വരുന്ന അബ്രഹാമിനെ മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായിട്ടും മൽക്കീസേദെക്ക് അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിച്ചു. അതിനുശേഷം ഈ അബ്രഹാമിന് സോദോം രാജാവ് ഒരു പെർമിഷൻ കൊടുക്കുന്നുണ്ട്. സോദോം രാജാവ് പറയുന്നത്, ഈ യുദ്ധങ്ങളെ എല്ലാം ജയിച്ചു വന്ന അനവധിയായ കൊള്ള എല്ലാം കൊണ്ടുവന്ന അബ്രഹാമിനോടും ഈ സോദോം രാജാവ് പറയുന്നു, കൊള്ള മുതലെല്ലാം നീ എടുത്തു എന്നൊരു പെർമിഷൻ കൊടുക്കുമ്പം അബ്രഹാം പറയുന്നത്, സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കേണ്ടതിന് ഒരു ചെരുപ്പിന്റെ വാറാകട്ടെ ഒരു വള്ളി ആകട്ടെ ഞാൻ നിന്നിൽ എടുക്കത്തില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ശേഷമാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്. അബ്രഹാമിനോട് പറയുന്നത് എന്താ? അബ്രഹാം പറയുന്നത്, അബ്രഹാമെ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ
പ്രതിഫലവും, അതിമഹത്തായ പ്രതിഫലവും ഞാൻ നിന്റെ പരിചയമാണ്. ഇപ്പൊ രണ്ട് കാര്യം അബ്രാഹാമിനോട് ദൈവം പറയുക. ഈ രണ്ട് കാര്യം എന്ന് പറയുന്നത്, രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കൊരു സത്യം മനസ്സിലാക്കാൻ കഴിയും. ആ സത്യം വേറൊന്നുമില്ല, ഈ രാജാക്കന്മാരെല്ലാം ഇനി എപ്പോഴെങ്കിലും തന്നെ ആക്രമിക്കാൻ മടങ്ങി വരുമോ എന്നുള്ളൊരു ഭയം സ്വാഭാവികമായിട്ടും അബ്രഹാമിന്റെ ഉള്ളിനുള്ളിൽ ഒരു പക്ഷേ വന്നേക്കാം. ആ ഭയത്തെ നിർവീര്യമാക്കാൻ വേണ്ടി, നിശേഷം ഇല്ലാതാക്കാൻ വേണ്ടി അബ്രഹാമിനോട് ദൈവം പറയുന്നത്, ഞാൻ നിന്റെ പരിചയമാണ്. അപ്പൊ ഈ രാജാക്കന്മാരെല്ലാം നിന്റെ നേരെ ഇനി വന്നാലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിന്നെ പരിരക്ഷിക്കുന്ന, നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ കാത്തു സൂക്ഷിക്കുന്ന നിന്റെ പരിചയ ഞാനാണ് നിന്റെ പരിചയം. ഇത് മാത്രമല്ല, ഈ സൊദോം രാജാവ് എന്നെ സമ്പന്നാക്കിയെന്ന് പറയാതിരിക്കേണ്ടതിന് വേണ്ടി അവന്റെ ഒന്നും എടുക്കാതെ വന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുവാണ്, ഞാനാണ് നിന്റെ പ്രതിഫലം. സൊദോം രാജാവ് തരുന്ന ചെരുപ്പിന്റെ വള്ളിയോ ചെരുപ്പോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഞാൻ നിന്റെ പ്രതിഫലമാണ്. അപ്പൊ ദൈവം ഒരുവന്റെ പ്രതിഫലമായിരിക്കുക എന്നുള്ളതിനേക്കാൾ വലിയൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ദൈവം ഒരുവന്റെ പ്രതിഫലമായി തീരണമെങ്കിൽ മറ്റൊന്നും അവൻ ആഗ്രഹിക്കാതെ, മറ്റെല്ലാം ന്യായമായിട്ട് സൊദോം രാജാവ് വെച്ച് നീട്ടിയ ഈ സമ്പത്തെല്ലാം അബ്രഹാം എടുത്തിരുന്നുവെങ്കിലും ഒരിക്കലും ദൈവം പോലും അതിന് നോ എന്ന് പറയത്തില്ല. കാരണം എന്നാ വെച്ചാൽ ദൈവപരമായിട്ട് അത് മോഷ്ടിക്കുന്നതല്ല. എനിക്ക് വേണമെന്ന് പറഞ്ഞ ലോകത്ത് തെരഞ്ഞെടുത്ത പോലെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അബ്രഹാം തെരഞ്ഞെടുക്കുന്നതല്ല. നേരെ മറിച്ച് സൊദോം ഇവനെ അനുവദിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ന്യായമായിട്ട്, നിയമപരമായിട്ട് അതിനകത്ത് യാതൊരു അപാകതയുമില്ല. പക്ഷെ അതും നിഷേധിച്ചപ്പം ആണ് ദൈവം പറയുന്നത്, ഞാനാണ് നിന്റെ പ്രതിഫലം. ഇത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട ഒരു ദൈവിക സത്യമാണ്. ഈ ലോകത്തിലുള്ള എന്തെങ്കിലുമൊക്കെയാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് അവസാനിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ശ്രദ്ധയെങ്കിൽ, താല്പര്യമെങ്കിൽ, നമ്മുടെ വാഞ്ചയെങ്കിൽ, കർത്താവ് നമ്മുടെ പ്രതിഫലമായിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. അതല്ല, ഈ കർത്താവ് യേശു ക്രിസ്തു മാത്രം എൻ്റെ പ്രതിഫലമായിരിക്കണം എന്ന് ആര് ആഗ്രഹിക്കുന്നു, എനിക്ക് കർത്താവ് യേശു ക്രിസ്തു മാത്രം മതി, എനിക്ക് മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് താല്പര്യപ്പെടുന്നത് ആരോ, ആത്മാർത്ഥമായിട്ട് അങ്ങനെ താല്പര്യപ്പെടുന്നവരുടെ ഹൃദയങ്ങളെ ദൈവം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് കർത്താവ് യേശു ക്രിസ്തു തന്നെ മഹത്തായ അതിമഹത്തായ പ്രതിഫലമായിരിക്കും. അങ്ങനെ പറഞ്ഞപ്പോ അബ്രഹാമിന്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായി. എന്റെ പ്രതിഫലം, നീ എന്റെ പ്രതിഫലമാണെന്നൊക്കെ പറഞ്ഞല്ലോ, പക്ഷെ നീ എനിക്ക് എന്തോ തരും? നീ എനിക്ക് പ്രതിഫലമാണ്, എന്തെങ്കിലും തരണ്ടേ, എന്തെങ്കിലും കിട്ടണ്ടേ? അപ്പോ അബ്രഹാമിനോട് ദൈവം പറയുന്നത്, എന്നിട്ട് മാത്രമല്ല അബ്രഹാം ദൈവത്തോട് പറയുന്നത്, നീ എന്റെ പ്രതിഫലം ആയിരിക്കുമെന്നൊക്കെ നീ പറഞ്ഞു, പക്ഷെ നീ എനിക്കൊരു മക്കളെ തന്നിട്ടില്ല. എനിക്ക് ഒത്തിരി സ്വത്തുണ്ട്, പക്ഷെ ഈ സ്വത്തിന്റെ അവകാശി ദമേശ്യക്കാരനായ ഏലിയാസർ, അഥവാ എൻ്റെ വീട്ടിൽ ജനിച്ച് വളർന്ന ഏലിയാസറാണ് എൻ്റെ സ്വത്തിന്റെ എല്ലാം അവകാശി. നീ എനിക്കൊരു മകനെ തന്നിട്ടില്ല. അപ്പൊ നീ എൻ്റെ പ്രതിഫലമാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇതാണ് എൻ്റെ അവസ്ഥ. ഉടനെ അബ്രഹാമിനോട് ദൈവം പറയുന്ന കാര്യം, ഈ ഏലിയാസർ നിന്റെ അവകാശിയാകത്തില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ നിന്റെ അവകാശിയായി. ഉടനെ അബ്രഹാമിന് സംശയം, അതെങ്ങനെ എനിക്ക് അറിയാവുന്നു? അതെങ്ങനെ, എന്താണ് അതിന്റെ പ്രൂഫ് എന്താ? അപ്പോൾ ദൈവം പറയുന്നു, നീ ഒരു യാഗം കഴിക്കാന്ന് പറയുന്നില്ല, നീ 3 വയസ്സുള്ള ഒരു ആടിനെ, 3 വയസ്സുള്ള പ്രാവിനെ, പിന്നെ പ്രാവിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അബ്രഹാം അത് കൊണ്ടുവന്നു. അബ്രഹാമിന് അറിയാം ഇത് യാഗം കഴിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് അറിയാവുന്നതുകൊണ്ട് അബ്രഹാമിന്റെ നടുവെ പിളർന്നു, അവിടെ വെച്ചു. അതിന്റെ അബ്രഹാം പക്ഷികളെ പിളർന്നില്ല എന്നൊരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷികളെ പിളർന്നില്ലെങ്കിൽ പോലും ദൈവം ആ യാഗം അംഗീകരിച്ചു എന്ന് നമുക്ക് ഊഹിക്കത്തക്ക രീതിയിൽ ഒരു വാക്യോടെ എഴുതിയിട്ടുണ്ട്. ഒരു പന്തം അബ്രഹാം പിളർത്തി വെച്ചതിന്റെ നടുവേ ഒരു പന്തം ഇങ്ങനെ കടന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ സമയത്ത് അബ്രഹാമിനൊരു ഗാഢനിദ്ര വന്നു. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്ന കാര്യമാണ് നമ്മൾ അവിടെ പിന്നെ കാണുന്നത്. അതിന്റെ 15-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം വളരെ വിശേഷപ്പെട്ടതും, എല്ലാ വാക്യം തന്നെ വിശേഷപ്പെട്ട വാക്യങ്ങളാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട എല്ലാ വാക്യങ്ങളും, എല്ലാ വചനങ്ങളും വിശേഷമായ വചനങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അതിപ്രധാനമായ ചില വാക്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് ദൈവജനത്തിലുണ്ട്. അതിൽ ഒരു വാക്യം
15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. 15-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം 15:6 അവൻ യഹോവയിൽ വിശ്വസിച്ചു. ഇപ്പൊ യഹോവയായ ദൈവം ഇപ്പോ അബ്രഹാമിനോട് പല കാര്യങ്ങളും പറഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ ദൈവം പറഞ്ഞ കാര്യങ്ങളെ എല്ലാം അബ്രഹാം വിശ്വസിച്ചു എന്നല്ല. നിശ്ചയമായിട്ടും ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അബ്രഹാം വിശ്വസിച്ചു. എന്നാൽ അതിൽ എല്ലാം ഉപരിയായി അവിടെ എഴുതിയിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞതെല്ലാം വിശ്വസിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം പറഞ്ഞ കാര്യമില്ല അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നല്ല. നേരെ മറിച്ച് അബ്രഹാം ഇത് എന്തെല്ലാമാണോ പറഞ്ഞത്, ആ പറഞ്ഞതിലല്ല, ആ പറഞ്ഞവനിലാണ് അബ്രഹാം വിശ്വസിച്ചത്. ആ പറഞ്ഞതിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. എന്നാൽ അതിനേക്കാൾ ഉപരി അബ്രഹാം വിശ്വസിച്ചത് തന്നോട് എന്തൊക്കെ പറഞ്ഞോ ആ പറഞ്ഞതിലല്ല, പറഞ്ഞവനിലാണ് വിശ്വസിച്ചത്. ഇതിനേക്കാൾ വളരെ ഗംഭീരമായ ഒരു അപ്പോസ്തലൻ പൗലോസിന്റെ പ്രസ്താവന നമ്മൾ ദൈവദിനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അവിടെ താൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞൊരിക്കല്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ ശക്തൻ ഞാൻ ചെയ്യുന്നു. ഇപ്പൊ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാമെന്നല്ല, ഞാൻ അറിയുന്നൊന്നുമല്ല. അപ്പോസ്തലൻ പൗലോസ് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ റെവലേഷൻ, യേശു ക്രിസ്തുവിന്റെ ആ റെവലേഷനിൽ കൂടെ, വെളിപ്പാടിൽ കൂടെ അനേക കാര്യങ്ങൾ മറനീക്കി അപ്പോസ്തലൻ പൗലോസിന് ദൈവം കാണിച്ചു കൊടുത്തിരുന്നു, കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ആ കാര്യങ്ങളിലൊന്നുമല്ല താൻ ഊന്നൽ കൊടുക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. അപ്പൊ ഒരു വ്യക്തിയിലാണ് ഈ അബ്രഹാം വിശ്വസിച്ചതും പൗലോസ് വിശ്വസിക്കുന്നതും. അപ്പൊ നമ്മുടെ വിശ്വാസവും ദൈവവചനത്തിൽ തന്നെ ആയിരിക്കണം. കാരണം ദൈവവചനത്തിന്റെ പ്രകാശനത്തിൽ കൂടെ മാത്രമേ, ദൈവവചനത്തിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പരിമിതമായിട്ടെങ്കിലും അറിയാൻ കഴിയത്തുള്ളൂ. നമ്മൾ ദൈവത്തെ അറിയുന്നത്, കർത്താവിനെ നമ്മൾ അറിയുന്നത് ദൈവവചനത്തിൽ കൂടെയാണ്. ദൈവവചനത്തിൽ കൂടെ, ദൈവത്തിന്റെ വചനത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ദൈവത്തെ അറിയണമെങ്കിൽ നമുക്ക് പ്രത്യേകമായ അപ്പോസ്തലൻ പൗലോസിനൊക്കെ ലഭിച്ച പോലെ പ്രത്യേകമായ റെവലേഷൻ, വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചേ മതിയാവും. അല്ലാത്തടത്തോളം സമയം ദൈവത്തെ നമുക്ക് അറിയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ മാത്രമാണ്. ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവവചനത്തിൽ കൂടെയാണ് അറിയാൻ കഴിയും. എന്നാൽ ദൈവവചനത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന അത്രയും മാത്രമേ ദൈവിക കാര്യങ്ങളുള്ളൂ എന്ന് നാം അതിന്റെ അർത്ഥമില്ല. നേരെ മറിച്ച് നമുക്ക് അറിയാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ആ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വെളിപ്പാടുകളെക്കാൾ അധികമായി അത് വെളിപ്പെടുത്തി തന്നവനിലുള്ള വിശ്വാസമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കാര്യം റോമാലേഖനം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞ് അവൻ ദൈവത്തെ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. അപ്പൊ ഈ അബ്രഹാം ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലെ കാര്യത്തിന്റെ ഉദ്ധരണി എന്നതുപോലാണ് റോമാലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടു. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ അരുതെന്നല്ല, നേരെ മറിച്ച് ആ പറഞ്ഞവനിൽ വിശ്വസിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനേക്കാൾ അല്പം കൂടെ യുക്തിസഹജമായി, അല്ലെങ്കിൽ നമുക്ക് ആധികാരികമായി നമുക്ക് നല്ലത് എന്ന് പറഞ്ഞത് മാത്രം. അതിന്റെ 7-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു, ഞാൻ 7-ാമത്തെ വാക്യം വായിക്കുന്നു, പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കനാൻ ദേശ കൽദേ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാൻ ആകുന്നു എന്നറിയിച്ചു ചെയ്തു. അപ്പോ ഈ കനാൻ ദേശം അവകാശമായിട്ട് അബ്രഹാം കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് അബ്രഹാമിനോട് ദൈവം പറയുക.
അതുവരെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുകയാണ്. അപ്പോൾ ഈ ദേശം ആണ് അബ്രഹാമിന് ദൈവം കൊടുക്കാനിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അബ്രഹാമിനോട് ദൈവം പറയുമോ അതിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം എന്നുള്ളതിന് വേണ്ടി അബ്രഹാം ഒരു യാഗം കഴിക്കാൻ വേണ്ടി, നമ്മൾ പറഞ്ഞല്ലോ, യാഗം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരം യാഗം കഴിക്കുന്നു. അതെല്ലാം അബ്രഹാം ചെയ്യുന്നു. അതിന്റെ അവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിനെ ഈ ദർശനത്തിലാണ് ഇത് കാണുന്നത്. ഈ ദർശനത്തിൽ അബ്രഹാമിനെ ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുക്കുന്നു. ഈ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുക്കുന്നത് ദർശനത്തിലായതുകൊണ്ട് അബ്രഹാം അത് ദർശനത്തിൽ കൂടെ കണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പകൽ സമയത്ത് നക്ഷത്രത്തെ കാണാൻ പറ്റത്തില്ല. എന്നാൽ അബ്രഹാമിന് ഈ കാര്യം അബ്രഹാം കാണുന്നത്, ഈ ദർശനം കാണുന്നത് പകൽ സമയത്താണ് ഇത് കാണുന്നത് എന്ന് നമുക്ക് 15-ാം അധ്യായത്തിന്റെ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് തെളിവാകുന്നുണ്ട്. ആ വാക്യം ഇതാണ്. അതിന്റെ 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവന്മേൽ വീണു. അപ്പോ സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. 15-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതൽ താഴേക്കുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോൾ എന്ന് കാണുന്നുണ്ട്. അപ്പൊ സൂര്യൻ അസ്തമിക്കുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത് പകൽ സമയമാണ്. സൂര്യൻ അസ്തമിക്കാതെ ഇരിക്കുന്നതെല്ലാം പകൽ സമയത്താണ്. ഈ പകൽ സമയത്താണ് അബ്രഹാം എന്ത് കാണുന്നത്? ആകാശ നക്ഷത്രങ്ങളെ കാണുന്നത്. അത് ഭയങ്കര അത് സാധാരണ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് നമ്മൾ പകൽ സമയത്ത് ആകാശത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ കാണാൻ പറ്റത്തില്ല. കാരണം സൂര്യന്റെ വെളിച്ചം നക്ഷത്രങ്ങളുടെ വെളിച്ചത്തേക്കാൾ അധിക ശോഭയുള്ളതായതുകൊണ്ട് നക്ഷത്രങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ അബ്രഹാമിനെ ഈ ദർശനത്തിൽ കൂടെ ദൈവം ഇത് കാണിക്കുന്ന പകൽ സമയത്താണെന്ന് നമുക്ക് അനുമാനിക്കാം, ഊഹിക്കാൻ പറ്റും ഈ 12-ാം വാക്യത്തിൽ നിന്ന്. അപ്പൊ ദൈവം അബ്രഹാമിന് എന്ത് കാണിച്ചു കൊടുത്തു? അബ്രഹാമിനെ ഈ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തു. നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് പറയുന്നു. നമ്മൾ ഈ അബ്രഹാമിന്റെ വാഗ്ദത്തം ലഭിച്ച അബ്രഹാമിന്റെ സന്തതി ആരാണ് എന്ന് ചോദിച്ചാൽ അനേകരും എന്നോട് പലരും പറഞ്ഞിട്ടുള്ള മറുപടി അത് ഇസാഖാണെന്ന്. വാഗ്ദത്തം ലഭിച്ച അബ്രഹാമിന്റെ സന്തതി ഇസാഖാണ് എന്നാണ് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാല് വാഗ്ദത്തം ലഭിച്ച അബ്രഹാമിന്റെ സന്തതി ഇസാഖ് അല്ല എന്ന് നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇസാഖിനോടും ദൈവം ഇത് തന്നെ പറയുന്നുണ്ട്, നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദേശം മുഴുവൻ സന്തതി കൊടുക്കുന്നത് ഇസാഖിനോടും പറഞ്ഞു. അതേ ദൈവം തന്നെ നിന്റെ സന്തതിക്ക് ഈ ദേശമെല്ലാം കൊടുക്കുന്നത് യാക്കോബിനോടും പറഞ്ഞു. അപ്പോ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അല്ലെങ്കിൽ അബ്രഹാമിന്റെ വാഗ്ദത്തം ലഭിച്ച സന്തതി ഇസാഖ് അല്ല. നേരെ കാരണം ഇസാഖിനോട് ഇത് തന്നെ പറയുന്നുണ്ട്, നിന്റെ സന്തതി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അത് യാക്കോബും അല്ല, കാരണം യാക്കോബിനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുന്നു. അപ്പൊ അബ്രഹാമിന്റെ വാഗ്ദത്തം ലഭിച്ച സന്തതി ഇസാഖും അല്ല, യാക്കോബും അല്ല. നേരെ മറിച്ച് ആരാണ് എന്ന് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ എന്ന് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ട് എന്ന് മാത്രമല്ല, അബ്രഹാമിനോട് ദൈവം പറയുന്നത് വളരെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇത് കാണിച്ചു കൊടുക്കുന്ന ദൈവമാണ്. ദൈവം കാണിച്ചു കൊടുക്കുമ്പം തീർച്ചയായിട്ടും ദൈവം ഉണ്ടാക്കിയ എല്ലാ നക്ഷത്രങ്ങളെയും അബ്രഹാമിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടാകുമെന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ
ഗാലക്സികൾ തന്നെ എത്രയോ എണ്ണി തീർക്കാൻ പറ്റാത്ത അത്ര ഗാലക്സികൾ ഈ ഉണ്ടെന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്നും ശാസ്ത്രീയ തെളിവുകളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഗാലക്സികൾ ഇതുവരെ ശാസ്ത്രത്തിന്റെ കണ്ണിലെത്താത്ത അനേക ഗാലക്സികൾ ഇപ്പോഴും ബാക്കിയുണ്ട്. എന്നാൽ ഈ ഒരു ഗാലക്സിയിൽ തന്നെ ഏകദേശം 4 ലക്ഷം കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. 4 ലക്ഷം കോടി നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സി ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള എത്രയോ ഗാലക്സികൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അബ്രഹാമിനെ ദൈവം ഈ കോടാനുകോടി നക്ഷത്രങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു, ഊഹിക്കുന്നു, ഈ ദൈവവചനത്തിന്റെ പിൻബലത്തിൽ. അപ്പൊ അങ്ങനെയല്ല, ഈ കോടാനുകോടി നക്ഷത്രങ്ങളെ ദൈവം കാണിച്ചു കൊടുത്തിട്ട് ദൈവം ഏകവചനമാണ് പറയുന്നത്. ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇവിടെ ഇതിന്റെ സന്തതിക്ക് എന്നാണ്, സന്തതികൾക്ക് എന്നല്ല, സന്തതിക്ക്. ഇപ്പൊ ന്യായമായിട്ട് നമുക്ക് സംശയം ഉണ്ടാവും, ഈ കോടാനുകോടി എണ്ണി തീർക്കാൻ കഴിയാത്ത അത്ര എണ്ണത്തെ ഏകവചനം കൊണ്ട് അത് നമുക്ക് എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? ആ ഏകവചനത്തിൽ എങ്ങനെ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റും, അകപ്പെടുത്താൻ അങ്ങനെ നമുക്ക് ആ ഏകവചനത്തിൽ നമ്മൾ എങ്ങനെ ഇത് ക്രമപ്പെടുത്താൻ പറ്റുമെന്ന് സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ താല്പര്യം, യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവം, യേശുക്രിസ്തുവിൽ ഉള്ളവരെല്ലാവരും എണ്ണി തീർക്കാൻ കഴിയാത്തവരാണ് യേശുക്രിസ്തുവിലുള്ള അത് നമ്മൾ വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരം എന്നൊരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആർക്കും തേക്കാൻ കഴിയാത്ത, തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര മഹാപുരുഷാരമാണ് ഈ യേശുക്രിസ്തുവിൽ ഉള്ളത്. അപ്പൊ യേശുക്രിസ്തു എന്ന ഏകനിൽ ഉള്ള സകലരെയുടെ കൂട്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏകവചനത്തിൽ സന്തതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ ഉള്ള ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത, തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഈ മഹാപുരുഷാരത്തെ എല്ലാവരെയും കൂട്ടിയിട്ടാണ് ഈ ഏകവചനമായ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ബോഡിയാണ്, ഒരു ശരീരമാണ്. ക്രിസ്തു ശരീരത്തിന്റെ തലയാണ്. അപ്പം തന്നെ ഒരു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു സംഘാടിത ക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ എല്ലാ ദൈവമക്കളുടെ ക്രമാനുഗതമായ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ കൂട്ടത്തിൽ തലയായിരിക്കുന്ന ക്രിസ്തുവും ശരീരമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന ദൈവമക്കളും. അതാണ് ഇവിടെ ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സന്തതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തു ഏകനായിരിക്കുമ്പോൾ തന്നെ, ദൈവമായിരിക്കുമ്പോൾ തന്നെ, ആ ക്രിസ്തുവിൽ ഉള്ള എണ്ണിക്കൂടാൻ കഴിയാത്ത എല്ലാവരും കൂടെ കൂടുന്നതാണ് ഒരു യഥാർത്ഥമായ ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അത് ആണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന്. മാത്രമല്ല, അതിൻ്റെ 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി ഇരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. 16-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അമോന്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളിച്ചെയ്തു. ദൈവത്തിന്റെ അരുളപ്പാട് അമോന്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പോ 400 സംവത്സരം അബ്രഹാമിന്റെ അനന്തര പരമ്പരകള് സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പരദേശികളായി പാർക്കും. 4-ാം തലമുറക്കാർ അവിടുന്ന് വിടുവിക്കപ്പെടും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അമോന്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പൊ ഈ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം എന്ന് പറയുന്നത്
നിന്റെ സന്തതിക്ക് ശാശ്വത അവകാശമായി കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്ന കനാൻ ദേശം കേവലം ഒരു വേക്കൻ്റ് ആയിട്ട് ആരുമില്ലാത്ത തരിശായി കിടക്കുന്ന ഒരു സ്ഥലമല്ല. നേരെ മറിച്ച് അവിടെ ഏഴ് വിധമായ ജാതികൾ ഈ കനാനിൽ താമസിക്കുന്നുണ്ട്. ഈ കനാലിലേക്കുള്ള യാത്രയിൽ 31 രാജാക്കന്മാരുണ്ട്. ഈ 31 രാജാക്കന്മാരെയും ഈ 7 ജാതികളെയും കനാലിലേക്ക് പ്രവേശിക്കുന്നവർ കീഴ്പ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ 31 രാജാക്കന്മാരെയും 7 ജാതികളെയും കീഴ്പ്പെടുത്തിയാൽ മാത്രമേ കനാൻ അവകാശമായി ലഭിക്കത്തുള്ളൂ. ഈ അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ ഈ 7 ജാതികളും ശക്തരായിട്ട് കനാനിലുണ്ട്. പക്ഷെ അവിടെ ഒരു ജാതിയുടെ കാര്യം മാത്രം ദൈവം എടുത്തു പറഞ്ഞിരിക്കുന്നു, അമോന്യർ. അമോന്യരുടെ അതിക്രമം ഇതുവരെ തിരിഞ്ഞിട്ടില്ലല്ലോ. അപ്പോ 400 സംവത്സരം ആണ് ദൈവം അബ്രഹാമിന്റെ അനന്തര പരമ്പര മിസ്രൈമിൽ പരദേശികളായി താമസിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നത് 400 സംവത്സരമാണ്. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് 430 സംവത്സരത്തിന് ശേഷമാണ് അവർ അവിടുന്ന് വിടുവിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ പദ്ധതികളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നേരെ മറിച്ച് അതിനെ താമസിപ്പിക്കാൻ ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ല എങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് കഴിയും. ദൈവത്തിന്റെ പ്രവൃത്തികളെ തടയാനല്ല, ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് കാലതാമസം വരുത്താൻ പലപ്പോഴും കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അമോന്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പോൾ അമോന്യരുടെ അതിക്രമവും കൂടെ തികഞ്ഞാൽ മാത്രമേ ഈ ജാതിക്ക് അല്ലെ അബ്രഹാമിന്റെ അനന്തര പരമ്പരയ്ക്ക് കനാനിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. കാരണം കനാനിൽ 7 ജാതികളുണ്ട്. ഈ ദൈവത്തിന്റെ വചനം നമ്മൾ സൂക്ഷ്മതയോടെ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം ഗ്രഹിക്കാൻ കഴിയും. നീതിമാന്റെ നീതിക്കും ദുഷ്ടന്റെ ദുഷ്ടതയ്ക്കും ദൈവം ഒരു പരിധി വെച്ചിട്ടുണ്ട്. നീതിമാന്റെ നീതിക്ക് ദൈവം പരിധി വെച്ചിട്ടുണ്ട്, ദുഷ്ടന്റെ ദുഷ്ടതയ്ക്കും ദൈവം പരിധി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ദുഷ്ടതയുടെ മാക്സിമം പരമാവധി, ആ ദുഷ്ടത അവന്റെ പരമാവധി എത്തിയതിനു ശേഷമേ ദൈവം അവന്റെ മേലെ ശിക്ഷ നടത്തൂ. നേരെ മറിച്ച് നേരെ തിരിച്ചും നീതിമാന്റെ നീതിക്ക് ദൈവം ഒരു പരിധി വെച്ചിട്ടുണ്ട്. ആ മാക്സിമത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് ദൈവം അവനെ ആ രംഗത്ത് നിന്ന് മാറ്റുന്നത്. അപ്പൊ അമോന്യരുടെ അതിക്രമം തികയാതിരിക്കുന്നത് കൊണ്ട് എന്നൊരു വാക്ക് ദൈവത്തിന്റെ ആത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ തെളിവ് ഞാൻ പറഞ്ഞുതരാം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടലിൽ കടന്നു മരുഭൂമിയിൽ പ്രവേശിച്ചു. ഇപ്പോ മോശയുടെ സഹോദരിയായിരുന്ന മിരിയാമിന് മോശയോട് അല്പമല്ലാത്ത പരിഭവം തോന്നി, പെറുവെറുപ്പ് ഉണ്ടായി. കാരണം മോശ സൗന്ദര്യം ഉള്ള ഒരു മനുഷ്യനായിരുന്നു, നല്ല ശാന്തനായ സൗമ്യനായ സ്വഭാവമുള്ളവരുമായിരുന്നു. അതിൽ ഈ മോശ വിവാഹം കഴിച്ചത് ഒരു കൂശ്യസ്ത്രീയായിരുന്നു. അപ്പൊ ആ കൂശ്യസ്ത്രീ നിമിത്തം, കൂശ്യസ്ത്രീ എന്ന് പറയുന്നത് നമുക്കറിയാം നീഗ്രോയാണ്. കല്യാണം കഴിച്ചത് സുന്ദരനുമാണ്. നല്ല സൗന്ദര്യമുള്ള തൻ്റെ സഹോദരനായ മോശ മനുഷ്യന്റെ ദൃഷ്ടിയിൽ തീരെ സൗന്ദര്യമില്ല എന്ന് തോന്നുന്ന ഒരു കൂശ്യസ്ത്രീ വിവാഹം കഴിച്ചതുകൊണ്ട് മോശയുടെ സഹോദരിയായ മിരിയാമിന് പെറുവെറുപ്പുണ്ടായി. ആ പെറുവെറുപ്പിന്റെ അനന്തരഫലമായി മിരിയാം കുഷ്ഠരോഗിയായി തീർന്നത് കൊണ്ട് ഈ ദൈവം മോശയോട് പറയുന്നത് ഒരാഴ്ചത്തേക്ക് പാളയത്തിൽ നിന്ന് ഇവളെ മാറ്റി പാളയത്തിന്റെ പുറത്ത് ഇവളെ താമസിപ്പിക്കേണ്ടി വന്നു. അപ്പൊ ആ ഒരാഴ്ച ഇസ്രായേൽ ജനത്തിന്റെ കനാലിലേക്കുള്ള യാത്രയ്ക്ക് താമസം വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ പ്രവൃത്തിക്ക് ദൈവത്തിന്റെ ഉദ്ദേശത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലാതെ
ജീവിതം ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് താമസിപ്പിക്കാൻ മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അമോന്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, 18ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 18ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്ത് കേന്യർ, ഗിർഗാസ്യർ, പെരിസ്യർ, തെഫീവർ, അമോന്യർ, കനാന്യർ, ഗിർഗാസ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്നരുളി ചെയ്തു. ദൈവം ഇതിനു മുമ്പ് അബ്രഹാമിനോട് പറഞ്ഞിരുന്നത് തരും 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 എന്നായിരുന്നു. ഇവിടെ ഇപ്പോ 15ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമായ 21ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിന് പറഞ്ഞിരിക്കുന്നത് തരും എന്നല്ല, തന്നിരിക്കുന്നു. അപ്പോ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തരും എന്നുള്ള കാര്യത്തിൽ അല്ല, ഈ കനാൻ ദേശത്തെ കുറിച്ച് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഈ ദേശം നിനക്ക് തന്നിരിക്കുന്നു. അത് തന്നിരിക്കുന്ന ദേശമാണെങ്കിലും ആ തന്നിരിക്കുന്ന ദേശത്തെ അവകാശമാക്കേണ്ട ഉത്തരവാദിത്വം ഈ അവകാശമായി കിട്ടിയത് ആർക്കാണോ ആ വാഗ്ദത്തം ലഭിച്ചവന്റെ ഉത്തരവാദിത്വമാണ് ആ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുക എന്നുള്ളത്. നമ്മള് എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വാഗ്ദത്തങ്ങളെ അവകാശമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദത ഉള്ളവരാകാതെ വിശ്വാസത്താല് ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും എന്ന് എബ്രായ ക്രിസ്ത്യാനികളോട് അപ്പോസ്തലനായ പൗലോസിന്റെ എഴുത്തിലൂടെ താൻ പ്രബോധിപ്പിക്കുന്ന, അവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്യം നമ്മളോട് കാണുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്കുണ്ട് എന്നത് സത്യമാണ്. ദൈവം നമുക്ക്, അപ്പോസ്തലനായ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവയാൽ അവൻ നമുക്ക് അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ ആ പത്രോസ് അപ്പോസ്തലൻ പിന്നെ പറയുന്നത്, ഇവയാൽ നിങ്ങൾ ലോകത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരാണ്ട് വരുന്നു. അപ്പൊ ഈ വാഗ്ദത്തം നമുക്കുണ്ട്. പക്ഷെ എല്ലാ ദൈവത്തിൽ നാം പരിശോധിച്ചാൽ വാഗ്ദത്തങ്ങളുടെ എല്ലാത്തിന്റെ പുറകില് ഒരു കണ്ടീഷനുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തിന് വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് ഏറുനിൽക്കുകയും എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. അപ്പോ ഇങ്ങനൊരു, ഞാൻ പറഞ്ഞ താല്പര്യം, ദൈവ വാഗ്ദത്തങ്ങൾക്കെല്ലാം ഒരു പ്രമാണമുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിവർത്തിക്കാൻ 100% എല്ലാ സമയത്തും തയ്യാറുള്ളവനും ഇഷ്ടമുള്ളവനുമാണ്, താല്പര്യമുള്ളവനുമാണ്. പക്ഷെ അത് ദൈവം ചെയ്യണമെങ്കിൽ നമ്മളോട് ദൈവം ആ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രമാണം, ആ കാര്യം നമ്മൾ നിവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മളോട് ഉള്ള ദൈവത്തിന്റെ ആ വാഗ്ദത്തം ദൈവം നിവർത്തിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിനക്ക്, അബ്രഹാമിനോട് പറയാൻ, ഞാൻ നിന്റെ സന്തതിക്ക് ഇത് തന്നിരിക്കുന്നു. ആ തന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ജാതികളെ കുറിച്ച് അബ്രഹാം തല പോകേണ്ട കാര്യമില്ല. കാരണം ദൈവം തന്നതാണ്. തന്ന കാര്യത്തെ അവകാശമാക്കുക എന്നുള്ളത് മാത്രമേ ഇനി അബ്രഹാമിന്റെ അനന്തര പരമ്പരയ്ക്ക് ആവശ്യമുള്ളായിരുന്നു. ദൈവം തന്നതാണ്. ദൈവം തന്നതാണെങ്കിലും അത് അവകാശമാക്കണമെങ്കിൽ എബ്രായത്തിൽ എഴുതിയിരിക്കുന്ന വിശ്വാസവും ദീർഘക്ഷമയും നമുക്ക് കൂടിയെത്തിയിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് അതിമഹത്തായ അനേകം വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പുതിയ നിയമത്തിലെ വാഗ്ദത്തങ്ങളിൽ മിക്കതും തന്നെ ഈ ലോകത്തിലെ ജീവിതത്തിന്, നമ്മളെ ഭൗതികമായ നമ്മുടെ വർധനവിന് വേണ്ടി ഉപകരിക്കത്തക്ക വാഗ്ദത്തങ്ങൾ വളരെ പരിമിതമാണ്, വളരെ പരിമിതം. ഒരു പക്ഷേ നമുക്ക് കൈവിരലിൽ എണ്ണാവുന്ന അത്ര പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യത്തെ കുറിച്ച് പോലും കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, മുന്നമേ എന്ത് തിന്നും എന്തുടുക്കുമെന്ന് ശരീരത്തിന് ആയിക്കൊണ്ടും എന്ത് തിന്നുമെന്ന് കൊടുക്കുമെന്നുള്ള ശരീരത്തിനായിക്കൊണ്ട് ജീവനായിക്കൊണ്ടെന്ന് ചിന്തിക്കരുത്. അപ്പോ ആ ചിന്ത പോലും ദൈവികമായി തീരണമെങ്കിൽ
ആ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ, ഉണ്ണാനും ഉടുക്കാനുള്ള നമ്മുടെ ആവശ്യങ്ങൾ പോലും ദൈവത്താൽ നമുക്ക് നൽകപ്പെടും എന്നുള്ള വാഗ്ദത്വം നമുക്കുണ്ട്. അല്ല, ആ വാഗ്ദത്വം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഒരു പ്രമാണം കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുകയുണ്ടായി. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ ലോകത്തിൽ നമുക്ക് ഉണ്ണാനും ഉടുക്കാനുമുള്ള ആവശ്യങ്ങൾ പോലും നൽകണം എന്ന് പിതാവായ ദൈവം എല്ലാ സമയത്തും വളരെ ഉത്സാഹത്തോടെ താല്പര്യത്തോടെ നമ്മളെ നോക്കുന്നുണ്ട്. പക്ഷെ ദൈവത്താൽ അത് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രമാണം ഇതാണ്: മുന്നമേ അവന്റെ രാജ്യം നീതി അന്വേഷിക്കുക, അതോടെ ഇതെല്ലാം കിട്ടും. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. പക്ഷെ ആ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുക എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാകുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന അനുകാരികളായി തീരാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.